എല്ലാം സത്യത്തിനു വേണ്ടി ത്യജിക്കാം, എന്നാൽ സത്യം ഒന്നിനും വേണ്ടി ത്യജിച്ചുകൂടാ. വയറ് നിറയ്ക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തം സ്വാതന്ത്ര്യം വിൽക്കാറുണ്ടോ? എങ്കിൽ ഈ വനകഥ നിങ്ങൾക്കുള്ളതാണ്. കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് വിശന്നു വലഞ്ഞ ചെന്നായ നായയെ കണ്ടുമുട്ടി. നാട്ടിൻപുറത്തെ തടിച്ചു കൊഴുത്ത നായയോട് ചെന്നായ ചോദിച്ചു, സുഹൃത്തെ, നിനക്കു മാത്രം എങ്ങനെയാണ് ഇത്ര ഭംഗിയും ആരോഗ്യവും കിട്ടിയത്? ഞാനാണെങ്കിൽ വിശന്നു മരിക്കാറായി. നായ അഭിമാനത്തോടെ പറഞ്ഞു, എന്റെ യജമാനൻ എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണവും പാലും നൽകും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വീടിന് കാവൽ നിന്നാൽ മാത്രം മതി. വരൂ, എന്റെ കൂടെ പോരെ, നിനക്കും രാജകീയമായി ജീവിക്കാം. ചെന്നായയ്ക്ക് സന്തോഷമായി. അവൻ നായയുടെ കൂടെ നടക്കുവാൻ തുടങ്ങി. പെട്ടെന്നാണ് നായയുടെ കഴുത്തിലെ രോമം പോയ ഒരു പാട് ചെന്നായ ശ്രദ്ധിച്ചത്. ഇതെന്താണ് സുഹൃത്തെ, കഴുത്തിലൊരു പാട്? ചെന്നായ ചോദിച്ചു. നായ വളരെ നിസ്സാരമായി പറഞ്ഞു, പകൽ സമയത്ത് എന്നെ ചങ്ങലക്കിടുന്നതിന്റെ പാടാണ്. അത് കേട്ട നിമിഷം ചെന്നായ കാട്ടിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, വയറ് നിറയ്ക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം വിൽക്കാൻ എനിക്ക് മനസ്സില്ല. ചങ്ങലയിൽ കിടന്ന് തിന്നുന്ന മാംസത്തെക്കാൾ രുചി കാട്ടിലെ പട്ടിണിക്കാണ്. സുഖ സൗകര്യങ്ങൾക്കും പണത്തിനും വേണ്ടി സ്വന്തം ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും പണയപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ സമ്പന്നരല്ല, അടിമകളാണ്. വയറ് നിറയ്ക്കാൻ ആരുടെയെങ്കിലും കാൽക്കൽ കിടക്കുന്നതിനേക്കാൾ അന്തസ് സ്വന്തം ഇഷ്ടത്തിന് പട്ടിണി കിടക്കുന്നതാണ്. മറ്റാരോ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട വളർത്തുമൃഗങ്ങളാകരുത്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാകൂ. കൂട്ടിലെ കിളിക്ക് ആഹാരം കിട്ടുമായിരിക്കും, പക്ഷേ ആകാശം തൊടാനാവില്ല. വയറു നിറഞ്ഞ അടിമയേക്കാൾ അന്തസ് വിശന്നു മരിച്ച പോരാളിക്കാണ്. സുരക്ഷിതമായ കൂടാരങ്ങളിൽ ഒരു കാലത്തും ഇതിഹാസങ്ങൾ ജനിച്ചിട്ടില്ല. വാതിൽ തുറന്നു കിടന്നാലും പറക്കാൻ മറന്ന കാമുകിയുടെ മുന്നിൽ വെച്ച് അയാൾ സ്വന്തം ഭാര്യയെ ഇത്രയും സഹനം വഴിയായി മരണത്തിന്മേ വിജയം നേടിയ മിശിഹാനാഥ, പരമാരാധ്യൻ രാജമഹേശ, രക്ഷകനായി നീ രാജിക്കുന്നു. ഉന്നതമാകും സ്വർലോകത്തിൽ ധ്യാനനിമഗ്നനായ ഒരു സന്യാസിയും യൗവനത്തിന്റെ തിളപ്പിൽ മതിമറന്ന കുറച്ച് ചെറുപ്പക്കാരും ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. സന്യാസിയുടെ മൗനത്തെ ദൗർബല്യമായി കണ്ട യുവാക്കൾ അദ്ദേഹത്തെ പരിഹസിക്കാനും ശരീരത്തിൽ താളം പിടിച്ച് ശല്യപ്പെടുത്താനും തുടങ്ങി. എന്നാൽ സന്യാസിയാകട്ടെ നിസ്സംഗതയോടെ അതെല്ലാം സഹിച്ചിരുന്നു. പെട്ടെന്നാണ് പ്രകൃതിയുടെ ഭാവം മാറിയത്. ആകാശം ഇരുണ്ടു, കാറ്റും കോളും നിറഞ്ഞു. തിരമാലകൾ വള്ളത്തെ വിഴുങ്ങാൻ പാകത്തിന് ആഞ്ഞടിച്ചു. ഭയന്നു വിറച്ച യുവാക്കൾക്ക് മുമ്പിൽ ഒരു അശരീരി മുഴങ്ങി. ഈ ക്രൂരതയ്ക്ക് അറുതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഈ വള്ളം ഞാൻ മുക്കാൻ പോവുകയാണ്. പുണ്യവാനായ ഈ സന്യാസി മാത്രം രക്ഷപ്പെടും. മരണഭയത്താൽ യുവാക്കൾ നടുങ്ങി. സന്യാസി ശാന്തനായി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, പ്രഭോ, ഞാൻ ഈ വള്ളത്തിൽ ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ പുണ്യം ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ആ മറുപടി കേട്ടതും കാർമേഘം മാറി അന്തരീക്ഷം തെളിഞ്ഞു. വീണ്ടും അശരീരി മുഴങ്ങി, മകനെ, നിന്റെ പ്രതികരണം ഉചിതമായിരിക്കുന്നു. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന നിന്റെ മനസ്സാണ് ഏറ്റവും വലിയ അത്ഭുതം. ചെയ്തുപോയ തെറ്റിന്റെ ആഴം മനസ്സിലാക്കിയ യുവാക്കൾ സന്യാസിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അനുയായികളെയും സ്തുതിപാഠകരെയും മാത്രം കൂടെ നിർത്തുന്നവർക്ക് ഒരിക്കലും പൂർണ്ണമായി വളരാൻ സാധിക്കില്ല. നമ്മളെ ആരാധിക്കുന്നവർ നമ്മളുടെ നല്ല വശങ്ങൾ മാത്രം കാണുമ്പോൾ നമ്മളെ വിമർശിക്കുന്നവരാണ് നമ്മുടെ ന്യൂനതകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപമാനങ്ങളും പരിഹാസങ്ങളും വെറും വാക്കുകളല്ല, അവ നമ്മെ സ്വയം നവീകരിക്കാനുള്ള ആത്മവിമർശന സൂചികകളാണ്. പ്രശംസകളിൽ മതിമറക്കാതെ വിമർശനങ്ങളെ വളർച്ചയ്ക്കുള്ള വളമാക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അപ്രിയ സത്യങ്ങളെയും അലോസരപ്പെടുത്തുന്ന വ്യക്തികളെയും സമചിത്തതയോടെ നേരിടാൻ പഠിക്കുമ്പോഴാണ്
ഒരു വ്യക്തിയുടെ സ്വഭാവം സ്ഫുടം ചെയ്തെടുക്കപ്പെടുന്നത്. സ്തുതിപാഠകർ നമ്മെ മയക്കി കിടത്തുമ്പോൾ വിമർശകർ നമ്മെ ഉണർത്തിയിരുത്തുന്നു. വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടത് കയ്യടികളല്ല, ചൂണ്ടുവിരലുകളാണ്. കാറ്റ് ശക്തമാകുമ്പോഴാണ് മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ആഴത്തിൽ പുണരുന്നത്. വിമർശനങ്ങൾ നമ്മെ തളർത്താനല്ല, അടിത്തറ ഉറപ്പിക്കാനാണെന്ന് ഓർക്കുക. അംഗീകാരത്തിന്റെ പൂമാല അണിയുമ്പോഴല്ല, അവഗണനയുടെ മുൾക്കിരീടം അണിയുമ്പോഴാണ് വ്യക്തിത്വത്തിന്റെ മൂർത്തിമത് ഭാവം കാണാൻ കഴിയുക. നിശബ്ദതയാണ് ഏറ്റവും വലിയ മറുപടി. അത് അവിവേകിയെ അലോസരപ്പെടുത്തുകയും വിവേകിയെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. പലായനം ഭീരുത്വമാണ്. എന്നാൽ പാറ പോലെ പതറാതെ ജ്വലിച്ച് നിൽക്കാൻ ഒരു സന്യാസിയുടെ മനക്കരുത്ത് വേണം. വിമർശനങ്ങളുടെ ഉലയിൽ കരിഞ്ഞു പോകുന്നതല്ല, മറിച്ച് സ്ഫുടം ചെയ്തെടുക്കപ്പെടും. അവിവാഹിതനായ ഒരു മനുഷ്യൻ ഒരു നല്ല ചിന്ത. പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു അരുവി ഒഴുകി മരുഭൂമിയിലെത്തി. മറ്റു സ്ഥലങ്ങളിൽ പെയ്തതുപോലെ മരുഭൂമി മുറിച്ചു കടക്കാൻ ശ്രമിച്ച അരുവി മണൽത്തരികളിൽ അപ്രത്യക്ഷമായി. പെട്ടെന്നൊരു ശബ്ദം, കാറ്റ് മരുഭൂമി മുറിച്ചു കടക്കുന്നു, നിനക്കും അതിന് കഴിയും. അരുവി എതിർത്തു, കാറ്റിനും പറക്കാം, എന്നെ മണൽ കുടിക്കുന്നു. ശബ്ദം തുടർന്നു, നീ പതിവ് പോലെ ഒഴുകിയാൽ മരുഭൂമി കടക്കാൻ പറ്റില്ല. നിന്നെ വഹിക്കാൻ കാറ്റിനെ അനുവദിക്കുമെങ്കിൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്തെത്താം. തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടില്ലേ എന്നതായിരുന്നു അരുവിയുടെ സംശയം. ശബ്ദം തുടർന്നു, അരുവി നീരാവിയാകണം, കാറ്റ് അതിനെ വഹിച്ച് മലമുകളിൽ പെയ്യാൻ അനുവദിക്കണം. അരുവി അനുവദിച്ചു. മലമുകളിൽ മഴ പെയ്തു. വീണ്ടും അരുവി ഒഴുകി. അസ്ഥിയും സാശ്രയത്വവും നിലനിൽപ്പ് പരാശ്രയവുമാണ്. നിലനിൽക്കാത്ത ഒന്നിന് അസ്തിത്വമില്ല. അസ്തിത്വമുള്ളവ നിലനിൽപ്പിൻ്റെ വഴികൾ സ്വയം തേടും. ആരും അവനവനിൽ തന്നെ പൂർണ്ണരാകുന്നില്ല. തീയും വെള്ളവും പരസ്പരം ശത്രുക്കളും ഒരിക്കലും ഒരുമിച്ച് ചേരാത്തവയുമാണ്. പക്ഷേ തീയടുപ്പിന് മുകളിൽ വിവിധ രുചിക്കൂട്ടുകൾ വേവുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നത് പരസ്പര ബഹുമാനത്തോടെയുള്ള കൂട്ടിച്ചേരലിൻ്റെ ബാലപാഠമാണ്. കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു
എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം. ഗുഡ് നൈറ്റ്.